ശ്രീ മഹേഷ്, ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹൈക്കോടതിക്ക് മുൻപിൽ ഹാജരാക്കാൻ ഡിവിഷൻ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും സത്യവാങ്മൂലമായി നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണവും ഗുരുതരമായ കണ്ടെത്തലുകളും തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണം എന്നുള്ള ന്യായീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 4.5 വർഷമാണ് ഈ റിപ്പോർട്ട് പുറം ലോകം കാണാതെ ഇങ്ങനെ ഇരുന്നത്. പുറം ലോകത്തേക്ക് എത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രമങ്ങൾ ഉണ്ടായി. ഏറ്റവും അവസാന നിമിഷം വരെ സ്റ്റേ ഓർഡറിനായുള്ള തത്രപ്പാടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പൊതുസമൂഹത്തിൽ വന്നു. അപ്പോഴും ഇതിലെ സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ നീക്കിക്കൊണ്ടായിരുന്നു ഇത് പൊതുസമൂഹത്തിലേക്ക് വന്നത്. എന്തായാലും ഇത്രയധികം അപജയം നേരിടുന്ന സാംസ്കാരിക മേഖലയ്ക്ക് ഇനിയെങ്കിലും ഒരു മാറ്റവും തിരുത്തലും വേണ്ടേ? ആ തിരുത്തൽ ഹേമ കമ്മിറ്റിയിൽ നിന്നാകുന്നതല്ലേ ഏറ്റവും ഉചിതം? അതിനു വേണ്ടുന്ന തുടർ നടപടികൾ, കുറ്റക്കാരെ ശിക്ഷിക്കുക, കുറ്റക്കാരെ കണ്ടെത്തുക, ഇരകൾക്ക് പരമാവധി നീതി ലഭ്യമാക്കുക, ഇതൊക്കെ തന്നെയല്ലേ സാംസ്കാരിക കേരളവും ആഗ്രഹിക്കുന്നത്? ആദ്യമായിട്ട് തന്നെ ഇത്തരം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന എല്ലാ വനിതാ പ്രവർത്തകർ, അവർ നടിമാരെ മാത്രമല്ല സാങ്കേതിക പ്രവർത്തകർ ആരായാലും തന്നെ, ഒരു പുരുഷൻ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഭൂമിയോളം താഴ്ന്ന് കൈകൂപ്പി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇനി ഇതിന് ആർക്കെതിരെ എന്തു മൊഴി കൊടുത്തു എന്നതിനേക്കാൾ ഉപരി ആ നിർദ്ദേശങ്ങൾ പാലിക്കുകയെങ്കിലും ഈ സർക്കാരിന് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ചെയ്യാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ പറയുന്നത് അത് സീൽഡ് കവറിലായിരുന്നു. ഇത് പിന്നെ വിവരാവകാശ കമ്മീഷൻ കാരണം ഇത് പുറത്തുവിടാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളാരും വായിച്ചിട്ടില്ലെന്നുണ്ട്. മുൻ മന്ത്രി ബാലൻ സഖാവിന് ഇത് വായിക്കാമായിരുന്നു. കാരണം ഇത് 2019 എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് അറിയില്ലെങ്കിലും കൊടുത്തിട്ട് ഏതാണ്ട് 2 വർഷം 1.5 വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് വായിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. നിർദ്ദേശങ്ങളെങ്കിലും പാലിക്കാമായിരുന്നു, ചെയ്തിട്ടില്ല. പിന്നെ ഈ കലാരംഗത്തുള്ള എല്ലാവരെയും ഒറ്റയടിക്ക് ഒരുമിച്ച് അടച്ചാക്ഷേപിക്കുന്നത് ശരിയായ ഒരു നിലപാടല്ല തന്നെ. കാരണം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പീഡനം സഹിക്കേണ്ടി വന്നിട്ടുള്ള കഷ്ടപ്പാട് സഹിക്കേണ്ടി വരുന്നവരുടെ അവരുടെ മാനസികാവസ്ഥയെ കുറച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ആരാണ് ആർക്കെതിരെയാണെന്നുള്ളത് പറയുക തന്നെ വേണമെന്നേ. അതിന് ഈ രഹസ്യമൊഴി ഇപ്പം കോടതിയിൽ വരികയാണെങ്കിൽ കോടതിക്ക് അറിയാമായിരിക്കുമല്ലോ. അല്ലാണ്ട് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇതിനൊരു മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മാതൃകാപരമായിട്ട് ശിക്ഷ ഉണ്ടായാൽ മാത്രമേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും, അതായത് മൊഴി കൊടുത്തിട്ടുള്ളതിൽ പറയുന്ന പല കാര്യങ്ങളും ശാരീരിക പീഡനം മാത്രമല്ല, വേറെയും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനകത്തുള്ള പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ സർക്കാർ വിചാരിച്ചാൽ പോലും 100% കഴിയില്ല എന്നുള്ള ഉറപ്പുള്ള ചില കാര്യങ്ങളാണ്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ വേതന തുല്യത, അത് ഒരു കാര്യം. അത് എങ്ങനെ വേതന തുല്യത ഉറപ്പാക്കാൻ സാധിക്കും? നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും പലതരം പ്രോഡക്റ്റ്, ഇപ്പോൾ സോപ്പാണെങ്കിൽ പോലും സോപ്പിൻ്റെ പലതരം പ്രോഡക്റ്റ്സ് ഇരിപ്പുണ്ടാവും. അപ്പോൾ അതിനകത്ത് എല്ലാത്തിനും ഒരേ വിലയിൽ വേണം അല്ലെങ്കിൽ ഒരേ വിലയിൽ കിട്ടണം എന്ന് നമ്മൾ ശടിച്ചുകൊണ്ട് കാര്യമില്ല. ഇത് മേടിക്കുന്ന ആൾ അവൻ്റെ വില, അവൻ്റെ പോക്കറ്റിലെ വിലയും കാര്യങ്ങളും നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അവസരങ്ങൾ, അതെങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്കുണ്ടോ? നിങ്ങളിപ്പോൾ സജീവമായ മലയാള സിനിമയിലുണ്ടോ? നിങ്ങളെ കൊണ്ട് ഈ നിർമ്മാതാവിന് തൻ്റെ സിനിമ നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു നടിയോ ഒരു നടനെയോ ഒരു സിനിമയിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വർഷം 4 പടമെങ്കിലും അല്ലെങ്കിൽ 2 പടമെങ്കിലും തരണം, അല്ലെങ്കിൽ അത് കിട്ടും എന്ന് ഉറപ്പാക്കണമെന്ന് സർക്കാരിന് എങ്ങനെ പറയാൻ സാധിക്കും? അപ്പോൾ ഇതിനകത്തുള്ള പല കാര്യങ്ങളും പല നിർദ്ദേശങ്ങളും പിന്നെ ഫലവത്താക്കാൻ സാധിക്കുമെങ്കിലും ചില കാര്യങ്ങൾ ഇത് ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല. ഇവിടെ വിസ്മരിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം വിജിത് തമ്പി സാർ പറഞ്ഞ പോലെ തന്നെ ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല, ഇതിപ്പം ശരിക്കും പറയും ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ മലയാള സിനിമ നാറിന് തുല്യമാണ്. പക്ഷേ ലോക സിനിമയിൽ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? മീ ടു ക്യാമ്പയിൻ തുടങ്ങിയത് എവിടെയാണ്? ഹോളിവുഡിലാണ്. പിന്നെ നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളിൽ, ഞാൻ ജനം TV അല്ല പറയുന്നത്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? എനിക്ക് തരാൻ സാധിക്കും തെളിവുകൾ, എനിക്ക് പറയാൻ പറ്റും, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലില്ലേ, രാഷ്ട്രീയത്തിലില്ലേ, രാഷ്ട്രീയത്തിൽ നമ്മൾ എന്തെല്ലാം കഥകൾ കേട്ടിരിക്കുന്നു. ഒരു ഡിസ്ട്രിക്ട് ഓഫീസിൽ ഒരു തൂപ്പുകാരിയെ കൊന്ന് ചാക്കിക്കിട്ടേക്കഥ നമ്മൾ കേട്ടിട്ടില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം
ഇത് എല്ലാ മേഖലയിലുണ്ട്. സിനിമയാകുമ്പോൾ ജനങ്ങൾക്ക് സിനിമയിലോട്ടൊരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ടും സിനിമയിലെ പിന്നാമ്പുറ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു ഹൈപ്പിലോട്ട് എത്തുന്നത്. അതെ, ശ്രീ മഹേഷ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരല്പം വ്യത്യാസം കൂടി ഈ മേഖലയിലുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ അവസരങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ള ആരോപണമല്ല, ആദ്യ അവസരം കിട്ടാൻ പോലും, അതായത് തുടക്കത്തിൽ എങ്ങനെ കയറണം എന്നുള്ളതിൽ പോലും തുടങ്ങുന്നു ഈ ലൈംഗിക ചൂഷണം എന്നുള്ളതാണ്. അത് അതിൽ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ് രോഹിണി, ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കറിയാവുന്ന 1-2 അനുഭവങ്ങൾ ഞാൻ പറയാം. അറിയാവുന്നതാണ്, അതായത് കേട്ടറിവുള്ളതാണ്. തനിക്ക് ഒരു അവസരം കിട്ടി ഒരു സ്ഥാനം എത്തും വരെ എന്തിനും മനസ്സുകൊണ്ട് ത്യജിച്ച് തയ്യാറായിട്ട് ഒരു നിലയിലെത്തുമ്പോൾ തിരിഞ്ഞു കൊത്തിയവരുണ്ട് ഈ കൂട്ടത്തിൽ. എല്ലാ നാണയത്തിനും 2 വശങ്ങളുണ്ട്. അവരെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നിങ്ങൾക്കറിയാം, മലയാള സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കൊണ്ടു തന്ന ഒരു നിർമ്മാതാവ്, അദ്ദേഹം കുടുംബപരമായിട്ട് സുഖമായിട്ട് മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ 3 സിനിമകളിൽ അടുപ്പിച്ച് ആ ഒരു നടിക്ക് വേഷം കൊടുത്തിട്ട് 4ാമത്തെ സിനിമയിൽ ആ നടിക്ക് വേഷമില്ലാത്തപ്പോൾ പെട്ടെന്ന് സെക്ഷൽ അബ്യൂസ് പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് ഈ രാജ്യം വിട്ട് തന്നെ പോയി നിയമത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നു മാസങ്ങളോളം. പിന്നെ കോടതി വന്നപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനായി. അപ്പോൾ അദ്ദേഹം അനുഭവിച്ച മെൻ്റൽ ആഗണിക്ക് ആരും ഉത്തരം പറയും? അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളുമുണ്ട്, 2 വശങ്ങളുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ അവസരങ്ങൾ ഇല്ലാതായി പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം ഈ മഹേഷ് തന്നെ, ഞാൻ തന്നെ, എനിക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് സിനിമയില്ല. അപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് വേഷങ്ങൾ പോകുന്നത്? അതൊന്നുമല്ല. നമ്മൾ സജീവമായിട്ടുള്ള സിനിമ, ഇപ്പം എൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് എന്നെക്കാളും സീനിയറായിട്ടുള്ള എൻ്റെ പ്രായത്തിന് അത്ത് വരുന്ന നടൻ, അദ്ദേഹത്തിന് 7-8 വർഷം സിനിമയില്ലാതെ ഇരുന്നിട്ട് പിന്നെ ഒരു സിനിമയിൽ കൂടി ബ്രേക്ക് ത്രൂ വന്ന് ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്ത സിനിമകൾ വളരെ ചുരുക്കമാണ്. വെളിയിലിറങ്ങിയാൽ ഏത് പോസ്റ്ററിലും അദ്ദേഹത്തിൻ്റെ പടം കാണാം. ഇതൊക്കെ ഒരു സമയവും കാര്യങ്ങളും തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, രോഹിണി പറഞ്ഞ ആ പോയിന്റ് ഞാൻ മറക്കുന്നതല്ല. അതായത് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംഭവം, അതുവഴി ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അഭിനയിച്ച് അത് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ആഗ്രഹമാണ് അഭിനയിച്ച് തൻ്റെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരുവാനും മറ്റുള്ളവരെ അത് പ്രകടമാക്കി കാണിക്കുവാനൊക്കെ ഉള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ വരുമ്പോൾ അവർക്ക് പലതും ത്യജിക്കേണ്ടി വരുന്നത് എന്താ പറയേണ്ടത്, ദൈവരഹിതമായ കാര്യമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും തന്നെ ഇങ്ങനെയുള്ള ചില മറ്റു അനുഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതും ഉണ്ട് എന്നുള്ള സത്യമാണ്. ഇവിടെ മറന്നു പോകുന്ന വേറൊരു മേഖലയുണ്ട്. ഈ അഭിനയത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുന്നത്. രോഹിണി, ഒരു മിനിറ്റ്, മിനി സ്ക്രീനിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ ആരും പറയുന്നില്ല. ഈ സിനിമയെക്കാളും ആൾക്കാർ സിനിമയിൽ വരാൻ സാധിക്കാത്ത ഒരു മിനി സ്ക്രീനിലുണ്ട്, സീരിയലുകളിലുണ്ട്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. ഹേമ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്, എക്സ്ട്രാ ആർട്ടിസ്റ്റ്, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി പലരെയും സമീപിച്ചിട്ട് 2 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് വന്നത്. പലർക്കും ഇത് പറയാനുള്ള ഭയമുണ്ട്. അവർക്ക് രാത്രി ലേറ്റായിട്ട് ഷൂട്ടിംഗ് നടന്നിട്ട് അവർക്ക് വീടുകളിൽ എത്താനായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു പാത ഒരുക്കേണ്ടവർ പോലും പാത ഒരുക്കാതെ ഉണ്ട്. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയിൽ അവസാന ബസ് പോയിട്ട് അങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് കിട്ടേണ്ട വേതനം അത് ഈ ഇടനിലക്കാർ പകുതി മേലെ കൊണ്ടുപോയിട്ട് തുച്ഛമായ കാശിനും 3 നേരത്തെ ആഹാരത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അവരുടെയൊക്കെ കാര്യത്തിന് സർക്കാരിന് കൃത്യമായിട്ട് 100% പരിഹാരം കാണാൻ സാധിക്കും. കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.